So my channel name is Cameraman Sajeev. ക്യാമറമാൻ സജീവ് എത്ര നാളായി ഇപ്പം കണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്നിട്ട്? യൂട്യൂബിലോട്ട് വന്നിട്ട് ഒരു 3-4 വർഷം ആവേ ഉള്ളൂ. നോട്ട് വെരി ലോങ്. അപ്പം ഞാൻ ഒരു ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്റർ അല്ല, ജസ്റ്റ് ഹോബി ആയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. സോ ഇപ്പം ഇത്തിരി വൺസ് എ മന്ത് ഒരെണ്ണം ഇടുന്നുണ്ട്. എന്തായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹം? ക്യാമറമാൻ ആയിട്ടാണോ അറിയപ്പെടാൻ ആഗ്രഹം, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള നിലയിലാണ്? ക്യാമറമാൻ അതെൻ്റെ ഒരു ഫീൽഡാണ്. ക്യാമറയാണ്. ഞാൻ ഫസ്റ്റ് കാണുന്ന ഒരു വീഡിയോ, സജീവൻ്റെ ഫസ്റ്റ് കാണുന്ന വീഡിയോ സുജിത് ഭക്തൻ UK വന്നപ്പോൾ അവരുമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോസാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത്. അത് കണ്ടിട്ടാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇപ്പം വീട്ടിൽ സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു 2 വാക്ക് പറയാമോ? സ്റ്റുഡിയോ തുടങ്ങാൻ കാരണം എന്ന് വെച്ചപ്പോൾ ഞാൻ ലണ്ടനിൽ നിന്ന് വീട് മാറിയപ്പോൾ വീട്ടിൻ്റെ അകത്ത് ഇത് സ്ഥലം കുറവായിരുന്നു. ഒരു റൂം 4 ബെഡ്റൂം എന്ന് പറയുമ്പം യു ഗെറ്റ് 2 മീഡിയം 1 സ്മോൾ ആൻഡ് വെരി സ്മോൾ. സോ അങ്ങനെ വീട് മാറിയപ്പോഴേ തീരുമാനിച്ചൊരു കാര്യമാണ്, മാറി ഉടനെ ഒരു റൂം എൻ്റെ സാധനത്തിന് മാത്രമായിട്ട് സെറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ എഡിറ്റിംഗ് വേണം, എൻ്റർടൈൻമെൻറ്റ് റൂമായിട്ട് വേണം. സോ ഇറ്റ്സ് എ മൾട്ടി പർപ്പസ് റൂം. ഇപ്പോൾ സ്റ്റുഡിയോ മാത്രമായിട്ട് ഞാൻ പറയില്ല. സോ ഇറ്റ്സ് എ മൾട്ടി പർപ്പസ് റൂം. പക്ഷേ അപ്പോൾ നമുക്കവിടെ ഫോട്ടോ സെഷൻ ചെയ്യണോ, പോഡ്കാസ്റ്റ് ചെയ്യണോ, എന്തൊരു വേണമെങ്കിലും ചെയ്യാൻ അവിടെ ഫെസിലിറ്റി. ക്യാമറാമാൻ സജീവ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലും ഇൻസ്റ്റയിലുണ്ടോ? ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കുക. സജീവേട്ടൻ സ്വന്തമായിട്ട് UK ഒരു പർപ്പസ്ഫുള്ളി ആയിട്ട് ഒരു സ്റ്റുഡിയോ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക. എനിക്ക് തോന്നുന്നത് UK മലയാളികൾക്കിടയിൽ സജീവേട്ടന് മാത്രമാണ് ഉള്ളത്. പിന്നെ എഡിറ്റിങ്ങിനും വീഡിയോഗ്രാഫിക്ക് ഇപ്പോൾ ഡ്രോണൊക്കെ യൂസ് ചെയ്തതായിട്ട് കണ്ടു. ഒരുപാട് നല്ല വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഏത് ഡ്രോണാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഇപ്പോഴും ഇരിക്കുന്ന DJI Mini 2. അതിനെപ്പറ്റിയുള്ള ഒരു പോസിറ്റീവ് വശം? പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൺലി 249 grams. അപ്പം നമുക്ക് അതിന് ലൈസൻസ് വേണ്ട. നമ്മൾ UK CAA സിവിൽ ഏവിയേഷൻ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്താൽ മതി. സോ ദാറ്റ്സ് ദ ബെനിഫിറ്റ്. നമുക്ക് എവിടെ കൊണ്ടുപോയാലും പറപ്പിക്കാം, വെർ ഇസ് പെർമിറ്റഡ്. സോ അതിന് നമുക്ക് വേറെ ഒരു റെഗുലേഷൻസ് ഒന്നുമില്ല. നമുക്ക് ആർക്കും ഇത് എടുത്തു കഴിഞ്ഞാൽ UK എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി പബ്ലിക് സ്ഥലത്തല്ല, അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. ഒരു കുഴപ്പമില്ല. അപ്പോൾ അതിന് വല്ല നെഗറ്റീവ് വശങ്ങളുണ്ടോ? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാൻ വെഡിങ്ങും ഇവൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം ഈ വെന്യൂവിൽ പോകുമ്പം സാധാരണ അവർ ചില വെന്യൂ പറയും പറപ്പിക്കാൻ ഒക്കില്ലെന്ന് പറയും, പെർമിഷൻ വേണം, അത് വേണമെന്ന് പറയും. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം അവർ ഓക്കെ എന്ന് പറയും. നമ്മൾ സാധാരണ ചോദിക്കാറില്ല, ബിക്കോസ് ഇറ്റ്സ് ഓൺലി 250 gram. അതിന് പെർമിഷൻ വേണ്ട യഥാർത്ഥത്തിൽ. നമ്മൾ അവരെ ലാൻഡിൽ നിന്ന് പറക്കാതെ പബ്ലിക് ഫുട്പാത്തിൽ നിന്ന് പറത്തി അവരെ ലാൻഡിൽ കൂടെ പോയാലും കുഴപ്പമില്ല, as long there is no restriction by the CAA. വീഡിയോ ഗ്രാഫിക്കായിട്ട് വേറെ എന്തെങ്കിലും ഫോണാണോ ക്യാമറയാണോ എന്താണ് യൂസ് ചെയ്യുന്നത്? ഞാൻ ഐഫോൺ, എൻ്റെ യൂട്യൂബിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് iPhone 13 Pro Max ആണ്. അതാണ് വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ചിലപ്പം GoPro ഉപയോഗിക്കും, പക്ഷെ മെയിൻ iPhone 13 Pro Max. ഇപ്പം ആസ് എ ക്യാമറമാൻ ഏത് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ സോണി A7S3 ഉണ്ട്, A7 IV ഉണ്ട്, സോണി FS5 ഉണ്ട്. പ്രൊഫഷണൽ വർക്കിന് ഈ 3 സാധനമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സോ ഫോർ ദ യൂട്യൂബ് ചാനൽ ഞാൻ FCP ആണ് ഉപയോഗിക്കുന്നത്, Final Cut Pro. For professional work I use Premiere Pro. ലാപ്ടോപ്പ് അല്ല, എൻ്റെ ഇരിക്കുന്ന ഒരു Hackintosh ആണ്. So it's a mix of Intel hardware with Mac software. സൂപ്പർ. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലുണ്ട്. നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യണമെന്ന് അറിയണോ? അതിൻ്റെ വീഡിയോയും ചാനലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണേണ്ടവർക്ക് അതൊന്ന് പോയി തീർച്ചയായിട്ടും ഒരു വിസിറ്റ് ചെയ്യേണ്ട ചാനൽ തന്നെയാണ് സജീവേട്ടൻ്റെ ചാനൽ. ഇത്തരം കാര്യങ്ങളെ പറ്റി കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്താണ് സജീവേട്ട, വളരെ ഹാപ്പി ആണോ? താങ്ക് യു.